നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ റോഡരികിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റോഡരികിൽ കണ്ടെത്തിയത് മോക്ക് പോളിംഗിന് ഉപയോഗിച്ച സ്ലിപ്പുകൾ എന്നാണ് വിശദീകരണം. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിലെ പട്മയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? സമസ്തിപൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിലാണ് ഈ റോഡരികിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയത്. പിന്നാലെ സമസ്തിപൂരിലെ ജില്ലാ കളക്ടറും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും എല്ലാവരും ചെന്ന് ആ വിവിപാറ്റ് സ്ലിപ്പുകൾ വീണ്ടെടുക്കുകയുമായിരുന്നു. അതിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വരികയാണ്. ഇപ്പോൾ അത് വിവിപാറ്റ് സ്ലിപ്പുകളാണ്, പക്ഷെ അത് മോക്ക് പോളിംഗിന് വേണ്ടി ഉപയോഗിച്ച വിവിപാറ്റ് സ്ലിപ്പുകളായിരുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. മാത്രമല്ല, അത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയും റോഡരികിൽ ഈ തരത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തതിനാണ് 2 ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അതിലൊന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതിനെതിരെ ഒരു FIR, ഒരു കേസും ഈ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്ലിപ്പുകൾ കണ്ടെത്തിയ സമയത്ത് വോട്ടിംഗിലെ തിരിമറിയാണ്, അത്തരത്തിൽ തിരിമറി നടത്തിയ സ്ലിപ്പുകളാണ് ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിശദീകരിക്കുന്നത് അത് മോക്ക് ഡ്രില്ലിന് ഉപയോഗിച്ച സ്ലിപ്പുകളാണ് എന്നതാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് ബീഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.